ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ നല്ലോണം പീൽ ചെയ്ത് കഴുകി എടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യത്തിന് വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അധികം കട്ടി കുറക്കാത്ത രീതിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സൈസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഈ ഒരു സൈസിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ വിരലിൻ്റെ സൈസിലാണ് ഏകദേശം കട്ട് ചെയ്തെടുത്തത്. ഏകദേശം ഇതേപോലെ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ അത് കുറച്ച് നേരം ഇട്ട് വെക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാൻ വെക്കാം. ബൗളിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വെന്ത് കിട്ടുന്നവരെ ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റിന് ശേഷം, ഞാനിവിടെ എടുത്ത ടൈം 10 മിനിറ്റാണ്, അപ്പോൾ ഇത് കോരി മാറ്റാം. ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കണം. നല്ല എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച നമ്മളെ പൊട്ടാറ്റോസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തിന്. നല്ലോണം ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിന്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എണ്ണ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടറ്റോ ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. ഇനി നമുക്കത് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാത്തവർക്കും അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.